വാഴപ്പൂങ്കുല നിങ്ങൾ ചിലപ്പോൾ ഉപ്പേരിയാക്കിയിട്ട് കഴിക്കുന്നുണ്ടാവും. പക്ഷേ അതിനെ കൊണ്ട് എന്തെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോൻ്റെ വിഷയം ഇതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വാഴപ്പൂങ്കുല നമ്മളുടെ നാട്ടിൽ പലതരത്തിലുള്ള പേരുകൾ പറയാറുണ്ട്. നേന്ത്രപ്പഴം ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഈ വാഴപ്പൂങ്കുല ഉപ്പേരിയാക്കിയിട്ടോ തോരനാക്കിയിട്ടോ അവർ കഴിക്കാറുണ്ട്. അധികം ആൾക്കാർക്കും അറിയുന്നത് ഇതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലുണ്ടെന്നുള്ള കാര്യം മാത്രമാണ്. പക്ഷെ അത് മാത്രമല്ല, ഇതിൽ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിൽ ആദ്യം പറയാനുള്ളത് പ്രോട്ടീനെ കുറിച്ചാണ്. ഇതിൽ പ്രോട്ടീൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയില്ലായിരുന്നു. ഈ ഒരു ആർട്ടിക്കിൾ വായിച്ച സമയത്താണ് പ്രോട്ടീൻ്റെ കണ്ടന്റ് കൂടുതലാണെന്ന് അറിഞ്ഞത്. നമ്മൾ ഏതൊരു ഭക്ഷണം നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ടാവും, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ടാവും. ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിക്ക് ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ലാത്ത അമിനോ ആസിഡ്സ് ആണ്. ഈ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അമിനോ ആസിഡ്സ് കൂട്ടിച്ചേർത്തിയിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടണം. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മളുടെ ബോഡി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വാഴപ്പൂങ്കുലയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസിൻ്റെ എസെൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെയും റേഷ്യോ നോക്കുകയാണെങ്കിൽ അത് 0.54 ആണ്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ലെവലിനേക്കാളും കൂടുതലാണ്. ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഓരോ 100 ഗ്രാമും നോക്കുകയാണെങ്കിൽ അതിൽ 12.5 ഗ്രാമും പ്രോട്ടീനാണെന്നാണ്. ഇതിൽ അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, അലനിൻ, ആർജിനിൻ, ല്യൂസിൻ, പ്രോലിൻ, സെറിൻ തുടങ്ങിയ അമിനോ ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മറ്റൊരു റിസർച്ചിൽ കണ്ടെത്തിയത് ഇതേ അമിനോ ആസിഡ്സിന് ഗ്രാം നെഗറ്റീവും ഗ്രാം പോസിറ്റീവും ബാക്ടീരിയനെ നശിപ്പിക്കാനുള്ള ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസും ഉണ്ടെന്നാണ്. രണ്ടാമതായി ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പറയാം. പലതരത്തിലുള്ള പോളിസാക്കറൈഡ്സ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അരാബിനോ ഗാലക്ടൈൻ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഭാഗം തന്നെയാണ് ഫൈബർ എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഇതിൽ അടങ്ങിയിരിക്കുന്നത് വാട്ടർ സോളിബിൾ ആയിട്ടുള്ള ഫൈബറാണ്. ഫൈബർ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. മൂന്നാമത് പറയാനുള്ളത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ലിപ്പിഡ്സിനെ കുറിച്ചാണ്. ഫാറ്റി ആസിഡ്സ് മാത്രമല്ല പലതരത്തിലുള്ള സ്റ്റീറോൾ കോമ്പൗണ്ട്സും അടങ്ങിയിട്ടുണ്ട്. ഇനി ഫാറ്റി ആസിഡ്സിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. അതിൽ ലിനോലിക് ആസിഡ് ഉണ്ട്, ഒലീക് ആസിഡ് വരുന്നുണ്ട്, ആൽഫ ലിനോലെനിക് ആസിഡ് വരുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മളുടെ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ഫിഷ് ഓയിലിൽ അടങ്ങിയിരിക്കുന്നത്. 60% കൂടുതൽ ഫാറ്റി ആസിഡ്സ് അൺസാച്ചുറേറ്റഡ് ആണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ബെനിഫിഷ്യൽ ആണ്. നമ്മളുടെ ബോഡിയിലുള്ള കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാൻ ഈ ഫാറ്റി ആസിഡ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാനും ഇത് ഒരു നല്ല സോഴ്സ് ആണെന്നാണ് പറയുന്നത്. ഇനി പറയാനുള്ളത് മിനറൽസിനെ കുറിച്ചാണ്. അധികം ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യം, നേന്ത്രപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ പൊട്ടാഷ്യം നല്ല രീതിയിൽ കിട്ടുന്നതാണ്. വാഴപ്പൂക്കുലേൻ്റെ കാര്യം അതേപോലെ തന്നെയാണ്. 1 കിലോഗ്രാമിൽ 33 മുതൽ 55 മില്ലിഗ്രാം വരെ പൊട്ടാഷ്യം കിട്ടുന്നുണ്ട്. ഇതൊരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. പൊട്ടാഷ്യത്തിന് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള ഇഫക്റ്റ് മാത്രമല്ല ഉള്ളത്, നമ്മുടെ ഓവറോൾ മെറ്റബോളിക് ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ നോക്കാനൊക്കെ പൊട്ടാഷ്യം വളരെയധികം ബെനിഫിഷ്യലാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഥാനത്തിൽ നിൽക്കുന്നത് മെഗ്നീഷ്യമും കാൽഷ്യവുമാണ്. ഇനി മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വാഴപ്പൂക്കുലയിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അയൺ അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ അയൺ അത്യാവശ്യമാണ്. ഹീമോഗ്ലോബിൻ കൂടുന്നതിനനുസരിച്ച് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റിയാണ് കൂടുന്നത്. സിങ്ക് അടങ്ങിയിട്ടുണ്ട്, കോപ്പർ അടങ്ങിയിട്ടുണ്ട്. അഞ്ചാമതായി പറയാനുള്ളത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള പോളിഫിനോൾസിനെ കുറിച്ചാണ്. ഗാലിക് ആസിഡ്, പി ഹൈഡ്രോക്സിൽ ബെൻസോയിക് ആസിഡ് തുടങ്ങിയ പലതരത്തിലുള്ള ഫിനോളിക് കോമ്പൗണ്ട്സും വാഴപ്പൂങ്കുലയിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ കാറ്റക്കിൻസ്, എപ്പി കാറ്റക്കിൻസ്, ക്വെർസിറ്റിൻ ഈ പറയുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനെ കൊണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് കൂടുതലായി നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ സ്കാവൻ ചെയ്യാനും അതിനെ ചെറുത്ത് നിർത്താനും ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങൾ വരാതെ നോക്കാൻ പോലും ഈ പറയുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. വാഴപ്പൂങ്കുല നമ്മളുടെ ഡയറ്റിൽ സ്ഥിരമായിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചും കൂടി പറയാം. ഡയറ്ററി ഫൈബറിനെ കൊണ്ടും ഇതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് വഴി ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് അവരുടെ ഗ്ലൂക്കോസ് ലെവൽ നോർമലാക്കി നിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമതായി പറയാനുള്ളത് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ആണ്. പ്രധാനമായിട്ട് കോളോറക്ടൽ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. മറ്റു തരത്തിലുള്ള ക്യാൻസേഴ്സിൽ ഇത് ബെനിഫിഷ്യൽ ആണോ നോക്കുന്ന രീതിയിലുള്ള സ്റ്റഡീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ്. കൊളസ്ട്രോൾ കുറച്ച് നിർത്തിയിട്ടും പൊട്ടാഷ്യത്തിന്റെ ലെവൽ കൂടുതലായതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ആക്കി നിർത്തിയിട്ടും ഇതിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾസ് വഴി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ടാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ നോക്കുന്നത്. ഇത് കൂടാതെ പ്രോസ്റ്റേറ്റിന്റെ വീക്കം കുറയ്ക്കാനും യൂറിനറി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന്റെ സിംറ്റംസ് കുറയ്ക്കാനും ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് വഴി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാതെ നോക്കാനും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ മെച്ചപ്പെടുത്താനും പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് വാഴപ്പൂങ്കുലയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പുതിയ സ്റ്റഡീസിൽ പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപ്പേരിയോ തോരനോ സാലഡിൻ്റെ രൂപത്തിലും വേണമെങ്കിൽ കഴിക്കാം.
പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പലതരത്തിലുള്ള റെസിപ്പീസും നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാവുന്നതാണ്. വെജിറ്റബിൾസ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അവരുടെ ഡയറ്റിലേക്ക് എളുപ്പത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണ് വാഴപ്പൂങ്കല എന്ന് പറയുന്നത്. ഇനി എനിക്കറിയേണ്ടത് നിങ്ങളിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്? നിങ്ങളുടെ റെസിപ്പി വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസിനെ കുറിച്ചും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് കൃത്യമായും സയൻറ്റിഫിക് ആയിട്ട് കഴിക്കേണ്ടത്, മാക്സിമം ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടാൻ അത് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് കണ്ടാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.